ഈ വരാപ്പുഴ പാലത്തിലെ അപകടങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുമ്പോൾ അതിൽ പലപ്പോഴും സാക്ഷികളാകേണ്ടി വരുന്നത് ഇതിന് സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ചേട്ടന്മാരാണ്. അവർക്കും പറയാനുള്ളത് ഇവിടത്തെ അപകടങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ്. ചേട്ടാ, ഈ വരാപ്പുഴ ഈ ഒരു പാലത്തിന്റെ ഭാഗത്ത് കൂടുതലായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 3-4 അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം അതിൽ കൂടുതലുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയേറെ അപകടം? കൂടുതൽ ബൈക്കാണ് ഉണ്ടാകുന്നത്. കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റോങ് ആയിട്ടാണ് കയറി വന്നത്. നമ്മ ഇടയ്ക്ക് പോലീസുകാരില്ലാത്തപ്പോ നമ്മ ഇടയ്ക്ക് കൺട്രോൾ ചെയ്യാറുണ്ട്. പിന്നെ വേറെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2 സൈഡിൽ നിന്ന് കയറി വരുമ്പോൾ 2 തമ്മിൽ ബ്ലോക്ക് ആവും. അതുകൊണ്ട് ബ്ലോക്ക് വർദ്ധിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കൂല. പിന്നെ എങ്ങനെ ബ്ലോക്ക് മാറാതിരിക്കും? ആദ്യം തന്നെ ഇവിടുത്തെ പണികൾ തീരുമ്പോൾ ഇവിടെ ഒക്കെ റെഡിയാവും. ഒരു 1-1.5 എപ്പോഴും ബ്ലോക്ക് ആയിരിക്കുള്ളൂ. ഞങ്ങൾക്ക് ഓടാൻ തന്നെ പറ്റണല്ലോ ഇവിടെ. നമ്മ ഇടയ്ക്ക് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർ പോലീസുകാരെ വിളിച്ചു പറയാറുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരും ഇത് ഇടയ്ക്ക് കൺട്രോൾ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. വല്ലാത്ത ശല്യമാണ്. ഇതെന്ന് ഇവിടെ അതെ. അപ്പൊ ഓവർ സ്പീഡ് പതുക്കെയല്ല പോണത്. ഈ ഫ്ലൈറ്റ് പോണ മതിയാണ് ഓരോരുത്തർ കാറും ബൈക്കും കൊണ്ട് പോണത്. ലിമിറ്റഡ് ഒക്കെ പോണ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വണ്ടി തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് കൊടുക്കേണ്ടി വരും. അതേ സൈസാണ് ലിമിറ്റഡ് പോണത്. എന്നിട്ട് വലിയ തണ്ട് വർത്താനവും പറഞ്ഞു കൊണ്ടുപോകും. നമ്മ ഓട്ടോറിക്ഷക്കാരാണല്ലോ. അതേപോലെയൊക്കെയാണ് ഇവിടുത്തെ പോക്ക്. ഇവിടെ ഇനിയിപ്പോ ശരിയാവണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പണികളൊക്കെ തീർന്നു കഴിയുമ്പോൾ ഇവിടെ വോക്ക് ചെയ്യും. അല്ലാതെ നമ്മ കൺട്രോൾ ചെയ്യാൻ പോലീസുകാർക്കും പറ്റൂല. പോലീസുകാർ നിന്നാലും 3-4 പോലീസുകാരെ ഇവിടെ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആ പാവങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങ കാണുന്നതാണിത്. മനസ്സിലായി? ഒരു ട്രാഫിക് വാർഡൻ ഉണ്ടാവും. അത് പാവം ഒരാൾ നിന്നിട്ട് കാര്യമില്ല. 2-3 പേര് വന്ന് ഇവിടെ കൺട്രോൾ ചെയ്യും പോലീസുകാർ. ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ അഭിപ്രായമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നമ്മുടെ അഭിപ്രായമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഓരോ ഓട്ടോറിക്ഷ തൊഴിലാളികളോടും നിങ്ങൾക്ക് ചോദിക്കാം. ചേട്ടാ, അതോടൊപ്പം ഈ ഇടയ്ക്ക് വെച്ച് പോലീസ് ഇവിടെ ബാരിക്കേഡ് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഓവർടേക്കിംഗ് ഒഴിവാക്കാൻ. പക്ഷേ ആ ബാരിക്കേഡ് ഇടിച്ചു മാറ്റി അവിടെ അപകടം അത് അപകടം ഉണ്ടാവാറുണ്ട്. അത് മാറ്റി പിന്നെ ഒരുവിധം അപകടം കുറഞ്ഞതാണ്. പിന്നെ അത് കൂടി. പിന്നെ ഹൈവേയുടെ പണി റോട്ടിലേക്ക് കയറി വന്നപ്പോ അവരതെടുത്ത് മാറ്റി. ചില ക്രെയിനൊക്കെ കയറി വരണ കാരണം മാറ്റി. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് തന്നെയാണ് ഈ നാട്ടുകാരും പറയുന്നത്. പലപ്പോഴും പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആളുകളുടെ വാഹന യാത്ര വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഓവർ സ്പീഡ് ആകുന്നു എന്നൊരു സാഹചര്യം കൂടിയാണ് ഈ അപകടങ്ങളൊക്കെ വർദ്ധിക്കാൻ കാരണം. നമ്മുടെ റോഡിന്റെ പരിമിതി അത് മനസ്സിലാക്കി തന്നെ നമ്മൾ ശ്രദ്ധയോടെ വാഹനം ഓടിച്ചാൽ ഒരു പരിധിവരെ അപകടം കുറയ്ക്കാൻ കഴിയും. ഇപ്പോൾ ഈ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായൊക്കെ റോഡുകൾ പൊട്ടിപ്പൊളിയുന്ന സാഹചര്യം, അല്ലെങ്കിൽ കൂടുതൽ വീതി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ റോഡുകൾ കുറച്ചുകൂടി ചെറുതാകുകയും അല്ലെങ്കിൽ പോകുന്നതിനും യാത്രകൾക്കൊക്കെ തടസ്സമാകും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിരത്തിലിറങ്ങിയാൽ അപകടം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിയോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി.